മലയാളത്തിൽ നിനക്ക് മൂലകുരൻ പറയുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞോ. എങ്ങനെ? ഫയൽസ്. ഫയൽസ്. ഓ, റിസപ്ഷനിൽ ഒരു പെണ്ണാണല്ലോ. എവിടെയാ കണ്ടു? ഇല്ല. ഹായ്. ഹലോ. എന്തായിരുന്നു? ഡോക്ടർ ഇല്ലേ? ഡോക്ടർ അതുണ്ടല്ലോ. എന്തായിരുന്നു പറഞ്ഞല്ലോ? മുട്ടില് കുറച്ച് വേദനയുണ്ട്. പേരും അഡ്രസ്സും പറഞ്ഞേ. ഷഫീഖ്, ഷാബി മൻസിൽ, കുന്നിപ്പുഴ, പാറത്തോട്. പാറത്തോട്. ഡോക്ടർ എത്തണ്ടേ? ശരി ശരി. മുട്ടുവേദന എന്ന് പറഞ്ഞ് നന്നായി, അല്ലെങ്കിൽ ആകെ നാറിപ്പോയനെ. എന്തായാലും അവൾക്ക് മനസ്സിലായില്ല. അവൾക്ക് മനസ്സിലായില്ല? എടാ, ഇത് മൂലക്കുറുക്ക് മാത്രമുള്ള ആസ്പത്രിയാ. എന്റെ പൊന്നിക്ക് എന്ത് പണിയാ കാണിച്ചത് നിങ്ങള്? ഞാനാണെങ്കിൽ മുട്ടുവേദന എന്ന് പറയുകയും ചെയ്തു. ആകെ നാണക്കേടായി പോയി. അപ്പൊ ഇവിടെ എല്ലാവർക്കും മൂലക്കുരുവാണോ? എല്ലാവർക്കും മൂലക്കുരുല്ലടാ. ഈ തൂണും തുരുമ്പ് പണിച്ച് ബാക്കി എല്ലാത്തിനും മൂലക്കുരുവാ. വേണ്ടായിരുന്നു. ചേട്ടന് എന്ത് പറ്റി? മുട്ടുവേദനയാ. അപ്പൊ കറക്റ്റാ. മാറാൻ പാടാ. അനിരുദ്ധൻ. അയ്യോ അനിരുദ്ധൻ, ഇവിടെ നിൽക്കുകയാണോ? പോയി മരുന്നുമായിട്ട് പാടോ. ഹായ് മൂലക്കുരുസ്. ഇയാൾക്കെന്താ അസുഖം? അത് മൂലക്കുരു. മുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലേട്ട, മുണ്ട് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് തുറന്നു കാണിക്കും? ജീൻസ് ഇട്ടോണ്ട് വന്നിരിക്കണു. തന്റെ മൂലക്കുരു ഡോക്ടർക്ക് കാണണ്ടേ? തന്റെ മൂലക്കുരുവിന്റെ വ്യാപ്തി വലിപ്പവും ഒക്കെ ശരിക്കും കണ്ടാലേ ഡോക്ടർക്ക് കറക്റ്റായിട്ട് മരുന്ന് എഴുതി തരാൻ പറ്റൂ. സൂക്കേട് മാറണ്ടേ? എന്റെ പൊന്നേട്ടൊന്ന് പതിയെ പറ. എനിക്കിങ്ങനെ പതുക്കെ പറയാനേ അറിയൂ. ഇതിലും പതുക്കെ എങ്ങനെ പറയാ? ജീൻസ് ഇട്ടോണ്ട് വന്നിരിക്കുന്നു ഒരു മൂലക്കുരുക്കാരൻ. ഡോക്ടർ പരിശോധിക്കുമ്പോ ഇത് കൊടുക്കണം. കേറി ചെല്ലു ഡോക്ടർ അടുത്തേക്ക്. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോടാ. ഇരിക്കണോ? വേണ്ട ഡോക്ടർ, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. താനാദ്യം ഇരിക്കേ. ഇരിക്കണോ? ഷെഫീഖ് എന്ത് ചെയ്യുന്നു? അപ്പൊ ഇരുന്നുള്ള പണിയാ. ഡോക്ടർ, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റി തരണം. ഭയങ്കര വേദനയാ. എടോ, ഞാൻ എത്രയോ മൂലക്കുരു കണ്ടിട്ടുള്ളതാ. തന്റെ മുഖം കണ്ടാൽ അറിയാം ഈ കുരു അത്ര വലിയ ഭീകരനൊന്നുമല്ല. നമുക്ക് 2 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് വേണം. ഇവിടെ തന്നെ നിക്കണം. അപ്പൊ എങ്ങനെയാ? ഇപ്പൊ തന്നെ അഡ്മിറ്റ് ആവുകയല്ലേ? ഡോക്ടർ, ഞാൻ ഡ്രസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് നാളെ അഡ്മിറ്റ് ആയാലോ? അയ്യോ, നാളെ മുതൽ 1-2 ദിവസത്തേക്ക് ഞാൻ ഫ്രീ അല്ല. ഇതല്ലാതെ ഇടവേളകളിൽ ചില അഭിനയ പരിപാടികളൊക്കെ ഉണ്ടേ. സാറിനെ ആർക്കറിയാത്ത ഡോക്ടറിന്റെ അടിവാരത്തിലെ ഹരിദാസ് അടിപൊളിയായിട്ടുണ്ട്. ആണോ? ആരാധകർക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ഞാനും സാറിന്റെ സീരിയലിന്റെ വലിയ ഫാനാ. അപ്പൊ താൻ നമ്മുടെ ആളാ. എടോ, നമുക്കിതൊരു പൂ പറിക്കുന്ന ലാഘവത്തോടെ എടുത്ത് കളയാവുന്നല്ലേ ഉള്ളൂ. താൻ അങ്ങോട്ട് കയറി കിടക്ക്. ഗോപി സാർ. എടോ ഗോപി സാർ, വാടോ ഇങ്ങോട്ട്. ഞാൻ എടോ, മൂലക്കുരു വെച്ചിട്ട് ആരെങ്കിലും പാന്റ് ഇട്ട് നടക്കുവോ? കേറണോ ഇങ്ങോട്ട്? അതൊക്കെ പറയടോ. വിളിച്ച് തന്റെ ഒരു പൊട്ടല്ലേ. ബെഡ്ഷീറ്റ് എടുത്തൊന്ന് ഉടുക്ക്, ഞാനൊന്ന് കാണട്ടെ. അല്ല, ഡോക്ടർ കാണട്ടെ. എടോ, ഒന്ന് കുനിഞ്ഞു നിക്കേ. ഡോക്ടർ, റംബുട്ടാനോ? ഇത് വെച്ചിട്ട് താനെങ്ങനെയാണ് ഇത്ര നാൾ എടോ, ഒരു ചെറുപ്പക്കാരൻ മൂലക്കുരുവായിട്ട് വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അയാൾക്ക് എന്തുമാത്രം മാനസികമായ വിഷമുണ്ടായി കാണും. ബ്ലഡി ഫൂൾ, ഔട്ട്. എടോ അനിരുദ്ധൻ, മരുന്നുമായിട്ട് പോടോ. ഷെഫീക്ക്, കൂടെ വന്ന ആളെവിടെ? പുള്ളി ഡ്രസ് എടുക്കാൻ പോയി. ചേച്ചി മരുന്ന് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇതല്ലേ? അത് തന്നെ. എങ്ങനെയുണ്ട് ഇപ്പൊ മുട്ടുവേദന?
കുഴപ്പമില്ല. ഷെഫീക്കിന് നല്ല കോംപ്ലക്സ് ഉണ്ടല്ലേ? ലേശമുണ്ട് മാഡം. ഈ മൂലക്കുരു എന്നൊക്കെ പറഞ്ഞ ആകെ നാണക്കേട് കേസാ. എല്ലാവരും കളിയാക്കും. മനസ്സ് തുറന്ന് കാര്യം കൂടി പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുന്നിൽ ഞാനൊരു കോമഡി പീസാ. കോമഡി പീസോ? എന്നിട്ട് എനിക്കങ്ങനെ കണ്ടിട്ട് ചിരിയൊന്നും വരുന്നില്ലല്ലോ. എടോ, തൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഷുഗറോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉപ്പാക്കുണ്ട്. ആ, ഈ പ്രഷറും ഷുഗറും ഒക്കെ ഇൻക്യൂറബിൾ ആണ്. എന്നാലും അതൊന്നും തുറന്നു പറയാൻ ആർക്കും മടിയില്ല. ഷഫീഖിന് പൈൽസ് അല്ലേ? അല്ലേ? പൈൽസാണ്. ആ, പൈൽസ് ക്യൂറബിൾ ആണ്. എന്നുവെച്ചാൽ കൃത്യമായിട്ട് കുറച്ചു നാൾ മരുന്ന് കഴിച്ചാൽ പൂർണ്ണമായിട്ടും ഭേദാവുന്ന അസുഖം. അതിനിത്രയും കോംപ്ലക്സിന്റെ കാര്യമൊന്നുമില്ല. താൻ ആള് സ്മാർട്ടല്ലേ? താൻ എത്തിയത് റൈറ്റ് പ്ലേസിലാ കേട്ടോ. ഓക്കെ മാഡം. ശരി, അപ്പൊ ഞാൻ ഇറങ്ങാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേട്ടോ. ആ കഷായം കുടിക്കാൻ മറക്കരുത്. ശരി മാഡം. ശരി മാഡം. പേരെന്താ? മെർലിൻ. ഓക്കെ മാഡം. വഴിയൊക്കെ കിട്ടിക്കോളും. എനിക്ക് പെണ്ണ് കാണേണ്ട. ആദ്യം പെണ്ണ് കട്ടിച്ചതാ. ഞാൻ തിരിച്ചു വിളിക്കാം. എവിടെ പോണേ? ഞാൻ ഷെഫീക്കിന് കുറച്ച് ഓറഞ്ച് മേടിച്ചോണ്ട് കേട്ടെ. എടാ, ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആറഞ്ച് ആപ്പിൾ മേടിച്ചു കൊടുക്കണമെന്ന് പറയുന്നതൊക്കെ പാവപ്പെട്ടവന്റെ ചിന്താഗതിയാ. പണക്കാർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. അതെന്താ? പറയാം. ഇപ്പോ അംബാനിയുടെ മോള് പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ടാറ്റാവും ബിർലാവും കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ടാറ്റ ബിർല എടുത്ത് പറയുമോ, വാലിയെ നമുക്ക് 1/2 കിലോ ഓറഞ്ച് മേടിച്ചു കൊണ്ട് പോവാമെന്ന്? അങ്ങനെ പറയുമോ? ഇല്ലല്ലോ. ഒരിക്കലും പണക്കാർ അങ്ങനെ ചിന്തിക്കില്ല. ദിസ് ഇസ് റാങ്. കൊഞ്ചം ലാജിക്കല തിങ്ക് പണി രമേശ. വടാ, ഒരു 4 കുപ്പി അരിഷ്ടത്തിന്റെ കുറവുണ്ടല്ലോ. ഞാൻ എണ്ണിയപ്പോ കറക്റ്റ് ആയിരുന്നല്ലോ സാറേ. തന്നെ എനിക്ക് പിന്നെ പണ്ടേ സംശയം ഇല്ലല്ലോ. എനിക്ക് എന്നെ സംശയമില്ല സാറേ. നമുക്ക് ഒന്നുകൂടെ. ഷഫീഖേ വാ. ഡോക്ടർ, ആയുർവേദത്തിന്റെ ഒരു പച്ചപ്പ് തന്റെ മുഖത്ത് കാണാനുണ്ടല്ലോ. ഡോക്ടർ, ഞാൻ റിസപ്ഷനിൽ പോയപ്പോ ബില്ല് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞവര്. ആര് പറഞ്ഞു? കാഷ്യർ. ക്യാഷ്യർ അല്ല, ഞാനാ പറഞ്ഞത്. തന്റെ ഇന്ന് കാശ് മേടിക്കണ്ട. എന്റെ ഒരു ആരാധകന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടടോ. ഇല്ല ഡോക്ടർ, എന്റെ കയ്യിൽ പൈസ ഉണ്ട്. ഉണ്ട്, എനിക്കതറിയാം. തന്നെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ തന്റെ ഒരുപാട് പൈസ ഉണ്ടെന്ന്. അതെനിക്ക് വേണ്ട. വല്ല കാശില്ലാത്തനായിരുന്നെങ്കിലേ അവന്റെ കുത്തിന് പിടിച്ചാൽ മേടിച്ചാനാ. ഇനി തനിക്ക് ധൈര്യമായിട്ട് ദുബായിലേക്ക് പറക്കാം. സന്തോഷമായല്ലോ? താങ്ക് യു ഡോക്ടർ. ആയിക്കോട്ടെ, പോട്ടു. ഡോക്ടർ,